യെസ് ഹലോ ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ. സോ ദോ ബേലോം കി കഥ എന്ന് പറഞ്ഞിട്ടുള്ള പ്രേംചന്ദിന്റെ കഹാനിയാണ്. അതിന്റെ വളരെ ക്വിക്ക് സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം 120 സെക്കൻഡ് സമ്മറി എന്ന് പറയുന്ന ഒരു വൺ ഷോട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ചില ബച്ചോ ബഹുത് सरल से समझते हैं. ठीक है. सो क्या है पहला दो बैलों की कथा എന്ന് പറയുന്നത് കേവൽ दो जानवरों की कहानी नहीं है. രണ്ട് മൃഗങ്ങളുടെ ഒരു കഥയല്ല, മറിച്ച് സ്വാധീനത, സच्ची मित्रता और यानी स्वावलंबन का एक गहरा संदेश देती है. ഏതൊക്കെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്? സ്വാധീനത പോലത്തെ ഹെ, സച്ചി യഥാർത്ഥ മിത്രത, ലോയാലിറ്റി ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രതീകമാണ് ഈ ഒരു കഹാനി എന്ന് പറയുന്നത്. വെറും രണ്ട് ജീവജാലങ്ങളായിട്ടല്ല ഇവരെ കാണുന്നത്. അപമാൻ ഓർ വിദ്രോഹാണ് ഇവിടെ മെയിൻ സമസ്യ എന്ന് പറയുന്നത്. അപമാൻ ഓർ വിദ്രോഹാണ്. ജൂരി അപ്പനെ ധോനോ ഭേലോ, ജൂരി എന്ന് പറയുന്ന മാലിക് തന്റെ രണ്ട് കാളക്കുട്ടികൾ ആയിട്ടുള്ള ആരൊക്കെയാണ്? ഹീര ഓർ മോത്തി എന്ന് പറഞ്ഞ രണ്ട് ബേലുണ്ട്, അതായത് കാളകളുണ്ട് അല്ലെ, ബുള്ളുണ്ട്. അപ്പൊ ബഹുത് പ്യാർ കർത്താത്ത, വളരെ സ്നേഹിക്കുമായിരുന്നു അദ്ദേഹം. ഏക് ബാർ വഹുനെ അപ്പനി സസുരാൽ ബേസ് ദേത്താ ഹെ, യാനി അപ്പനി ജോ സാല, യാനി സാല കാ മത്ലബ് അളിയനായിട്ടുള്ള ഗയ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അയക്കുകയാണ് ചെയ്യുന്നത്. ജൂരി കാ സാല ഗയ ഉൻസെ കടി മെഹനത് കരാത്ത. സോ കാളക്കുട്ടികളെ അയച്ചപ്പോൾ എന്താണ്? വളരെ നല്ല രീതിയിൽ പണിയെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ ഖാനേക്കിലെ സിർ സൂഖാ ഭൂസ ദേത്തെ, ഉണങ്ങിയ വൈക്കോലൊക്കെയാണ് കൊടുക്കാറ് കഴിക്കാൻ. इस अपमान को ना सहकर दोनों बैल रस्सियों तोड़कर वापस जूरी के पास भाग आता है. ഈ അപമാനം അവർക്ക് സഹിക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഏകദേശം ടെമ്പററി ആയിട്ട് കുറച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഈ ഒരു സാലയായിട്ടുള്ള ഗയ ആരെ കൂട്ടിക്കൊണ്ടുപോയത്? ജൂരി എന്ന് പറയുന്ന ഈ നല്ല സൽസ്വഭാവമായിട്ടുള്ള ഈ മുതലാളിയുടെ രണ്ട് ഹീര ഓർ മോത്തി എന്ന് പറയുന്ന രണ്ട് കാളകളെ തന്റെ വീട്ടിലേക്ക് ആര് സാലയായിട്ടുള്ള ഗയ കൂട്ടിക്കൊണ്ടുപോയത്. അവർക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഫുഡ് ആയാലും ഒന്നും ശരിയാവാത്തതുകൊണ്ട് അവർ തിരിച്ചെന്ത് ചെയ്യുന്നു? തന്റെ മാലിക്കായിട്ടുള്ള ആരുടെ? ജൂരിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. സംഘർഷ് കാ ദോർ ക്യാ ഹെ? ഗയ ഉനെ ദോബാര ലേ ജാത്ത, ഗയ വീണ്ടും വന്നു, എന്ത് ചെയ്തു? ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ഉനെ മോട്ടി രസ്സി സെ ബാന്ധത്തെ, മോട്ടി തടിച്ച രസ്സിയിൽ എന്ത് ചെയ്തു? അവരെ കെട്ടിയിട്ടു. വഹാ രഹനെ വാലി ചോട്ടി ബച്ചി, ഒരു ചെറിയ പെൺകുട്ടി എന്ത് ചെയ്തു? സതേലി മാക്കി അത്യാചാർ സെ ദുഃഖി തി, അവിടെ തന്റെ രണ്ടാം അമ്മയിൽ ദുഃഖിതനായിട്ടുള്ള ഒരു പെൺകുട്ടി, അനാഥയായിട്ടുള്ള പെൺകുട്ടി അവിടെ ഉണ്ട്. ചുപ്കേസെ ദോനോക്കോ റോട്ടിയാ ഖിലാത്തി, ചുപ്കേസെ ഒളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? തന്റെ രണ്ട് റോട്ടി എന്ത് ചെയ്യും? ഈ ഒരു കാളക്ക് ഈ കുട്ടി കൊടുക്കുമായിരുന്നു. ഓക്കെ, യെസ്. रात में रस्सी यहाँ खोल देती है, रात में जो बैलों को बांधने वाली रस्सियां ये लड़की खोल देती है. ഈ പെൺകുട്ടി എന്ത് ചെയ്യും? തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. സാൻസെ മുഖാബല ഓർ കാഞ്ചി ഹൗസ് കി കേദ. അടുത്ത ഇൻസിഡന്റ് എന്താണ്? ഇങ്ങനെ അവിടുന്ന് പോയ സമയത്ത് സാൻസെ മുഖാബല, സാണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയൊരു കാള, കുറച്ചുകൂടെ തടിച്ച ബുള്ളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ടു പേർക്കും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. രണ്ട് കാളകൾക്ക് നമ്മുടെ ഈ ഒരു സാണ്ടായിട്ട് വലിയൊരു കാളയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ കാഞ്ചി ഹൗസ് കി ഖേദ്, കാഞ്ചി ഹൗസിലെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? തടവറയിലാക്കുന്നുണ്ട്. അതിലേക്കാണ് പോകുന്നത്. ഭാഗത്തെ സമയം ഓടിപ്പോകുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്തു? ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഈ ഗയയുടെ വീട്ടിൽ നിന്ന് അയച്ചു വിട്ടു. അപ്പൊ അവരവിടുന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ഓടിപ്പോകുമ്പോൾ കാള, വലിയൊരു കാള മുമ്പിൽ വന്നപ്പോൾ ഉനക്കാ സാമന ഏക് ഭാരി ബക്കം സാണ്ട് സെ ഹോത്താ ഹെ, ബർക്കം സാണ്ട് സെ ഹോത്താ ഹെ, കുറച്ചുകൂടെ വലിയ ഒരു ബുള്ളുമായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ദോനോ മിത്ര അപ്പനി ഏകത और സുജ്ബൂജ് സെ മിലാക്കർ, നല്ലൊരു ടാക്ടിക്സ് രണ്ട് സുഹൃത്തുക്കളും ഈ ഹീര और മോത്തി ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? സാണ്ട് കോ ഗായൽ കർ ബഗാ ദേത്തി ഹെ, ഈ ഒരു സാണ്ടിനെ പരിക്കേൽപ്പിച്ച് അവിടുന്ന് അവർ ഈ ഒരു സാണ്ടിനെ എന്ത് ചെയ്തു? ഓടിച്ചു വിട്ടു. ഫൈറ്റ് ചെയ്ത് ഇവർ ജയിക്കുന്നു. ഹീര മോത്തി എന്ത് ചെയ്തു? ഒരാൾ നീ മുമ്പ് ആക്രമിക്കും, ഞാൻ ബാക്ക് ആക്രമിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാണ്ടിനെ ഓടിച്ചു വിടുവാണ് ചെയ്യുന്നത്. അവര് വിജയിക്കുകയാണ് ചെയ്യുന്നത്. ലേക്കിൻ ബാദ്മേ മട്ടർ കെ ഗേത് മേ ചർത്തെ സമയ പക്കടേ ജാത്തെ ഹെ, അവരെന്താണ് ആ ഒരു മട്ടറിന്റെ ഗേത്തിൽ പോകുന്ന സമയത്ത് കുളമ്പ് ആ ഒരു മണ്ണിൽ കീച്ചടിൽ ചളിയിൽ ഉള്ളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് അവിടെ ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. ആൾക്കാർ അവരെ പിടിച്ചുകൊണ്ട് എവിടത്തേക്ക് ഇട്ടു? കാഞ്ചി ഹൗസ്. ഞാൻ ഈ മൃഗങ്ങളെയൊക്കെ അറിയാം അല്ലെ, ഒരുപാട് ഇതുപോലെ അനാഥരായിട്ടുള്ള ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ, ബക്കരി ആയിക്കോട്ടെ, ഭാൻസ് ആയിക്കോട്ടെ, പോത്തായിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഒരു കാഞ്ചി ഹൗസ് 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിടുന്നുണ്ട്, ഭക്ഷണം ഒന്നും കൊടുക്കാണ്ട്. അപ്പോഴാണ് വഹാ കൈ ദിനോ തക് ഭൂഖാ രഹനെ കെ ബാദ് വേ കാഞ്ചി ഹൗസ് കി കച്ചി ദീവാരോं तोड़कर ബാക്കി സബി ജാൻവരോं को ആസാദ് കരാത്ത. ഇപ്പോൾ അവിടെ വിശപ്പും പട്ടിണിയൊക്കെ കാരണം വിദ്രോഹം, അവരെന്ത് ചെയ്യുന്നു? റിബൽ ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? ഇതിനെ എതിർക്കുന്നു. അവർ ആ മതിലുകൾ പൊട്ടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബാക്കി ജീവജാലങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഹീരയുടെ കാല് കെട്ടി വെച്ചതുകൊണ്ട് തന്നെ അതിന് ഓടാൻ പറ്റാത്തതുകൊണ്ട് മോത്തിയും ഹീരയുടെ കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടെ മെയിൻ ഇൻസിഡന്റ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവർ വന്നിട്ട് ഈ ഹീരേനെയും മോത്തിനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? ലേലത്തിന് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഇവരെ. ഓക്കെ,
സുഖദ് അന്ത് അന്ത് മേ ഉനിക്ക് നീലാമി എ കസായി. അപ്പൊ നീലാമി എന്ന് പറഞ്ഞ ഈ ലേലത്തിന് വിറ്റാൻ കൊണ്ടുപോയ സമയത്ത് ഒരു ദടിയൽ ആത്മി, അതായത് ഒരു ബുച്ചർ ആയിട്ടുള്ള ഒരു വളരെ മോശപ്പെട്ട ഒരാളായിട്ടുള്ള ദടിയൽ ആത്മി, താടിക്കാരൻ വന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ കൊണ്ടുപോയി. ജബ് കസായി ഉനോ ലേ ജാ രഹാ ഹെ तो उन्हें अपना पुराना रास्ता पहचान में आता है. ഓക്കെ, സോ ആ കസായി ജബ് കസായി ഉനെ ലേ ജാ രഹാ ഹോത്തോ, അവർക്ക് തിരിച്ച് ഇയാൾ ഈ ദടിയാൽ ആത്മി കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് തന്റെ വഴി ഓർമ്മ വന്നു. ഹീരാ മോത്തിക്ക് എന്ത് ചെയ്തു, തന്റെ വഴി ഓർമ്മ വന്നപ്പോൾ അവർ ആ രാസ്ത പഹചാൻ മേ ആത്തെ തോ और तेजी से भागकर अपने घर पर आकर खड़े हो जाते हैं. അവരെന്ത് ചെയ്തു, ജൂരിയുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് വഴി ഓർമ്മ വന്നു, തിരിച്ചവർ വീട്ടിലേക്ക് എത്തി. जूरी उन्हें देखकर गले लगा देते हैं और गांव के लोग थालियां बजाकर उनका स्वागत करते हैं. ഗ്രാമത്തിലെ ആൾക്കാർ എന്ത് ചെയ്തു, കൈ അടിച്ചുകൊണ്ട് അവർ ഹീരാ മോത്തിയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ദടിയൽ ആത്മി വരുന്നുണ്ട് അവിടെ. അപ്പൊ മോത്തി എന്ത് ചെയ്തു, കൊമ്പുകൊണ്ട് ഓടിച്ചു വിട്ടു. ആ നാട്ടിൽ തന്നെ ആ ദടിയൽ ആത്മീനെ ഓടിച്ചു വിട്ടു. കാരണം അയാൾ വന്ന് പറയാണ് മേനേസെ ഖരീദായ. അപ്പോൾ എന്താണ് നമ്മുടെ ജൂരി പറയും, ഉടമയായിട്ടുള്ള ജൂരി പറയും, മേനൈസെ കബി ബേച്ചാ നെയ്, ഞാനിതിനെ ഒരിക്കലും വിറ്റിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ നിങ്ങൾ വാങ്ങുക. അപ്പൊ തന്നെ മോത്തി എന്ത് ചെയ്യുന്നുണ്ട്, കാള ഇതിനെ ഓടിച്ചു വിടുന്നുണ്ട്, ഇയാളെ ഓടിച്ചു വിടുകയും ചെയ്യുന്നു. കഥ നല്ല രീതിയിൽ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. तो ठीक है बच्चों, बहुत बहुत धन्यवाद. ये इसका मलयालम वर्जन आप यहाँ देख सकते हैं. सो यहाँ मलयालम वर्जन यहाँ है. സോ ക്ലാസ് 9 CBSE ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട്. ഒരു വാട്സപ്പ് ചാനൽ സെറ്റ് ഏകദേശം ആയി. ठीक है, एक चैनल है, आप जस्ट जुम्मन സാർ എജു പോർട്ടൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം വേർഷൻ ലഭിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ക്ലാസ് 9 CBSE നമ്മുടെ കൂടെ ചേർന്ന് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് സമ്മറി നിങ്ങൾ വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേര്, ഓക്കെ, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ക്ലാസ് CBSE 9 എന്നിടുക. നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ ചിമ്മൻ സാർ എജു പോർട്ടൽ എന്നതിലേക്ക് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എജു പോർട്ടിൻ്റെ കൂടെ ഈ ഒരു അക്കാഡമിക് ഇയർ നല്ല രീതിയിൽ ക്ലാസ് 9ാം ക്ലാസ്സും അതുപോലെ തന്നെ ക്ലാസ് 10 ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കണക്ട് ഇയറോ നല്ല രീതിയിൽ എല്ലാ സബ്ജക്റ്റും നമുക്ക് സൂപ്പറാക്കി പഠിക്കാം. तो ठीक है बच्चों, बहुत बहुत धन्यवाद. जय हिंद एंड थैंक यू. सो कनेक्ट मी हियर. सो इത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം, വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ. तो मिलते हैं. जय हिंद एंड थैंक यू.